സംസ്ഥാനത്ത് ബുധനാഴ്ച വൈദ്യുതി ഉപയോഗം 112.07 ദശലക്ഷം യൂണിറ്റ്. ചൊവ്വാഴ്ചത്തേക്കാൾ 1 ദശലക്ഷം യൂണിറ്റ് ഉപയോഗത്തിന് വർധനവാണ് ബുധനാഴ്ച ഉണ്ടായത്. ഇന്ന് സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വൈദ്യുതി ഉപയോഗത്തിൽ വലിയ വർധനവിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപയോഗമായിരുന്നു. സംസ്ഥാനത്ത് ചൂട് കനത്തതോടെ വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയരുന്നു. ബുധനാഴ്ച സംസ്ഥാനത്തെ ആകെ വൈദ്യുതി ഉപയോഗം 112.07 ദശലക്ഷം യൂണിറ്റായി രേഖപ്പെടുത്തി. ചൊവ്വാഴ്ചയെ അപേക്ഷിച്ച് ഏകദേശം 1 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായത്. ഇന്ന് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിനാൽ വൈദ്യുതി ഉപഭോഗം ഇനിയും ഉയരാനിടയുണ്ടെന്ന് അധികൃതർ വിലയിരുത്തുന്നു. എയർ കണ്ടീഷണർ, ഫാൻ, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതാണ് ഉപഭോഗം ഉയരാൻ പ്രധാന കാരണം. കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം രേഖപ്പെടുത്തിയിരുന്നു. ഈ പ്രവണത തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നാണ് സൂചന. ഇതിനിടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അനധികൃതമായി ലോഡ് ഷെഡിംഗ് ആരംഭിച്ചെന്ന പരാതികളും ഉയരുന്നുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത വൈദ്യുതി നിയന്ത്രണം പല പ്രദേശങ്ങളിലും നടപ്പിലാക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. പകൽ സമയത്തും രാത്രി വൈകിയും വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് പൊതുജനത്തെ ഗുരുതരമായി ബാധിക്കുകയാണ്. കൊടും ചൂടിൽ വൈദ്യുതി ഇല്ലാത്തതുമൂലം രോഗികൾ ഉൾപ്പെടെയുള്ളവർ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആശുപത്രികൾക്കും വീടുകളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും ഇത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കുന്നതിനായി പൗരന്മാർ അനാവശ്യ ഉപകരണങ്ങൾ ഓഫ് ചെയ്യുകയും പീക്ക് സമയങ്ങളിൽ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അതോടൊപ്പം വൈദ്യുതി വിതരണത്തിൽ വ്യക്തതയും മുൻകൂട്ടി അറിയിപ്പും ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. സംസ്ഥാനത്ത് ചൂട് തുടർന്നാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിലും വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യത. അതിനാൽ സുസ്ഥിരമായ വൈദ്യുതി നിയന്ത്രണവും വ്യക്തമായ ലോഡ് മാനേജ്മെന്റ് പദ്ധതിയും ഉടൻ നടപ്പിലാക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കൊടും ചൂടിലും വൈദ്യുതി മുടക്കത്തിലും രോഗികളടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ടിലാണ്. ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്. വ്യക്തമായ നിയന്ത്രണവും മുൻകൂട്ടി അറിയിപ്പും ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ നിന്ന് ഉയരുന്നത്. ക്യാമറാമാൻ ടോജോയോടൊപ്പം മാളവിക, മീഡിയ ടൈം.